പുതിയ ആളാ, ഒരു ലേഡി അത്രേ, ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഒരു കാര്യം കൈക്കൂലി ഒന്നും നടക്കില്ല. നമ്മുടെ ഉത്തമേട്ടന്റെ ഷെഡിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, സാങ്ഷന് വേണ്ടിയിട്ട്. അപ്പൊ അവിടെ അമ്മിണി ചേച്ചിയുടെ വീട് തൊട്ടടുത്താണ്, അത് കാരണം സാങ്ഷൻ കൊടുത്തില്ല. നമ്മുടെ എന്താവോ. അതാ ഉത്തമനെ ആൾക്കാരെ സോപ്പിടാൻ അറിയാത്ത കാരണ. ഞാനാണെങ്കിലോ ആരെങ്കിലും കാല് വീണിട്ടെങ്കിലും ഞാൻ ആ കാര്യം നടത്തും. നീ മിണ്ടരുത്. നീ ഒറ്റൊരുത്തം കാരണം ഉണ്ടായിരുന്ന ചായക്കട പൂട്ടി പോയത്. ഫുഡ് ഇൻസ്പെക്ടർ വന്നപ്പോ വാട്ടർ ഫിൽറ്റർ എവിടെയെന്ന് വെച്ചപ്പോ ചായരപ്പ് കാണിച്ചു കൊടുത്ത തെണ്ടിയാണ് നീ. അതെനിക്കറിയോ ഇത് ഫുഡ് ഇൻസ്പെക്ടർ ആണെന്ന്. നീ ആദ്യം പറഞ്ഞു തരണമായിരുന്നു വാട്ടർ ഫിൽറ്റർ ഇതാണെന്നുള്ളത്. ഞാൻ കാണാത്ത സാധനത്തെ കുറിച്ച് ചോദിച്ചാൽ എനിക്ക് എങ്ങനെ അറിയാം? അതുകൊണ്ടാണ് ഇനി ഒരു പാർട്ട്ണർഷിപ്പ് വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. നിനക്ക് നിന്റെ ഫാം, എനിക്ക് എന്റെ ഫാം, അത് മതി. ഇപ്പൊ ബാങ്കിലെ ലേഡി വരുമ്പോ വായ തുറക്കരുത്, മിണ്ടാതിരുന്നോളാം, ഞാൻ സംസാരിച്ചോളാം. എന്നാ നീ സംസാരിക്കേ. എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി പറയാലോ ഞാൻ. അതും വേണ്ട, നീ ഇതേപോലെ പൊട്ടനെ പോലെ നിന്നാ മതി, ബാക്കി ഞാൻ ചെയ്തോളാം. ദയവ് ചെയ്ത് അവര് വരുമ്പോ മണ്ടത്തിലൊന്നും എഴുന്നള്ളിക്കരുത്. പിന്നെ ഈ ലോൺ കിട്ടിയിട്ട് വേണം തൊഴുത്തു പണിയാനും പശുവിനെ വാങ്ങിക്കാനും. ഈ ഫാമിന്റെ കേസിൽ ഞാൻ എന്താണോ ചെയ്യണം അത് നീ നോക്കി ചെയ്താ മതി. അതുപോലെ ഓ ശരി മാന്യ. നിനക്കറിയാം. അയ്യോ ഇത് അവരാണല്ലോ. ഹലോ ഹലോ സാറേ, ഞങ്ങളിവിടെ ഉണ്ട്. എത്താറായോ? ഇല്ല 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 ഇല്ല, ആൾക്ക് വഴി അറിയാം. ഞങ്ങളുടെ വേണ്ടപ്പെട്ട ആളാ ഓട്ടോ ഡ്രൈവർ. ശരി 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 സാറേ, ശരി ശരി. എടാ അവര് ബാങ്കിൽ നിന്ന് പുറപ്പെട്ടു. എടാ നീ ഇവിടെ നിന്നാ മതി, ഇവിടുന്നാ വരണേ, ഞാൻ അവരെ കൂട്ടിയിട്ട് വരാം. പിന്നെ ഒരു കാര്യം പറഞ്ഞത് വീണ്ടും പറയാണ്, ഉള്ള കാര്യം മുടക്കരുത്, മിണ്ടാതിരുന്നോളണം. ഇവന് മാത്രം ബുദ്ധിയുള്ളൂന്ന് വിചാരം. വരൂ സാറേ, വരൂ വരൂ വരൂ. ഇതാണ് ഫാമിന്റെ സ്ഥലം. വരൂ വരൂ വരൂ, സൂക്ഷിച്ചിട്ടാ, സൂക്ഷിച്ചു വരണേ. മേഡം ഇത് മൊത്തം 30 സെന്റാ. 15 സെന്റ് ഞാനും ലീസിനെടുത്ത്, 15 സെന്റ് ഇയാളും ലീസിനെടുത്തത്. അങ്ങനെ ഒരു 30 സെന്റാണിത്. ഓ, അപ്പൊ ഇത് നിങ്ങളുടെ സ്ഥലം അല്ലല്ലേ? അല്ല സാറേ, അല്ല സാറേ, ഇത് 5 വർഷത്തേക്ക് പാട്ടത്തിന് എടുത്തിരിക്കുക. അതെന്തിനാ ഈ 15 ആക്കിയത്? ഒന്നിച്ച് 30 സെന്റ് ആക്കി എടുത്തുവിടായിരുന്നോ? അത് പിന്നെ സാറേ, ഇവനൊരു പാവാ. ഞാൻ ഈ 15 സെന്റ് ലീസിനെടുത്ത് ചെയ്യുമ്പോൾ ഈ ഫാം തന്നെ അവൻ ആ 15 കൂടി ചെയ്യാലോ. ഞാനാണ് പറഞ്ഞ അവനോട് അത് ലീസിനെടുത്ത് ചെയ്തോളാം, ഞാൻ ചെയ്യണത് തന്നെ ചെയ്താൽ മതിയല്ലോ. അതാണ് ഞാനിങ്ങനെ ഒരു നല്ലവനായി പോയി സാറേ. അത് അല്ല, അപ്പൊ ഇയാളുടെ പേരിൽ ലോൺ ആപ്ലിക്കേഷൻ വെച്ചിട്ടുണ്ടോ? എന്താ തന്റെ പേര്? എടാ തന്റെ പേരെന്താന്ന്? വിജയൻ. വിജയൻ സാറേ, അവന്റെ പേപ്പറും കൂടി അതിൽ വെച്ചിട്ടുണ്ട് ലോണിന് വേണ്ടിയിട്ട്. ചോദിച്ചത് കേട്ടില്ലേ? ഇയാൾക്ക് മറുപടി പറഞ്ഞാൽ എന്താ? ഞാൻ ഊമയാണ് മാഡം. എനിക്ക് മറ്റുള്ളവരെ പോലെ സംസാരിക്കാനുള്ള കഴിവില്ലേ മാഡം. തന്റെ ആരാ ഇയാള്? എന്റെ ഒരു അകന്ന ബന്ധു, അത്രേ ഉള്ളൂ. എടോ താനൊക്കെ എന്താടോ ഇങ്ങനെ? ഇപ്പൊ ഇതിനൊക്കെ നല്ല ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. ഏതെങ്കിലും നല്ല ഡോക്ടറെ കൊണ്ട് കാണിക്കേ. സങ്കടപ്പെടണ്ട കേട്ടോ. ചേട്ടന് സംസാരശേഷി കിട്ടാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. താങ്ക് യു മാഡം. കൃഷ്ണ ഗുരുവായൂരപ്പാ. എല്ലാം അങ്ങനെയാണല്ലോ അല്ല അത് പോട്ടെ, ഇതിലിപ്പോ ഏതാ തന്റെ സ്ഥലം? സാറേ, ഈ 15 സെന്റാണ് എന്റെ. ഞാൻ കയ്യിലുള്ള പൈസ എടുത്ത് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. എന്റെ കയ്യിൽ 5 പൈസ ഇല്ല. അവനൊരു സാധനം വാങ്ങിച്ചിട്ടില്ല, പണി തുടങ്ങിയിട്ടില്ല, ലോൺ കിട്ടാൻ കാത്തിരിക്കുക. ഓ, അപ്പൊ താൻ വലിയ കാശുകാരനാണല്ലേ? ഇല്ല സാറേ, കാശൊന്നും ഉണ്ടായിട്ടല്ല. ഞങ്ങൾക്ക് 2 പേർക്ക് ഒരു ചായക്കടയായിരുന്നു. ഈ തെണ്ടിയുടെ കയ്യിലിരിക്കൊണ്ട് ആ കട പൂട്ടേണ്ടി വന്നു. പിന്നെ അത് കിട്ടുന്ന വിലക്ക് വിൽക്കേണ്ടി വന്നു. ആ വിറ്റ പൈസ കൊണ്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ആ കിട്ടിയ കാശിന്ന് ഒരു ചില്ലി കാശ് തന്നില്ല ഈവൻ. എല്ലാം അവൻ തന്നെ എടുത്തു. അതെന്താ, തനിക്ക് ചോദിക്കായിരുന്നില്ലേ? ഞാൻ എങ്ങനെ ചോദിക്കും മാഡം, ഞാൻ ഊമയല്ലേ. ഓ, അതും ശരിയാണല്ലോ, ഞാനത് മറന്നു. ഡോ, തനിക്ക് ആ ചായക്കട വിറ്റപ്പോ കിട്ടിയ കാശിന്റെ പകുതി ആൾക്ക് കൊടുക്കണം. ഒരു മിണ്ടാ പ്രാണീനെയാണോടോ പറ്റിക്കണത്? കൊടുക്കാം സാർ, കൊടുക്കാം. മാഡം, ഈ ലോണ് പാസ്സായ ഉടനെ ഞാൻ കൊടുത്തോളാം. ഈ ലോണ് പാസ്സാവട്ടെ കേട്ടോ, നിനക്ക് ഞാൻ തരാം. അപ്പൊ തനിക്ക് ആൾക്കാർക്ക് കൊടുക്കാനും തോന്നിയ പോലെ ചെലവാക്കാനാണല്ലേ ഈ ലോൺ? പശുവിനെ വാങ്ങിക്കാനല്ല. അല്ല മാഡം. തന്റെ പേരെന്താന്ന് പറഞ്ഞേ? എന്റെ പേര് ദാസൻ. ആ ഇതാണ് മാം. യുവർ ലോൺ റിക്വസ്റ്റ് ഇസ് റിജക്റ്റഡ്. തന്റെ പേര് വിജയൻ എന്നല്ലേ? യുവർ ലോൺ ഈസ് സാങ്ഷൻ. ബാക്കി പ്രൊസീജിയറൊക്കെ ബാങ്കിൽ വന്ന് ചെയ്തോളൂ. മാഡം എന്റെ എന്നാ ഞാൻ പോട്ടെ. ശരി മാഡം. മാഡം എന്താടോ?
എന്നാ എനിക്കൊരു സത്യം പറയാനുണ്ട്. ഇവൻ ഊമയല്ല മേഡം, ഇവൻ നന്നായി സംസാരിക്കും. രണ്ടാളും കൂടി എനിക്ക് പ്രാന്താക്കും. എടോ സത്യം പറടോ, താ ഊമയാണോ അല്ലയോ? പറടാ. അതെനിക്ക് പറയാൻ കഴിയില്ല മാഡം, ഞാൻ ഊമയായി പോയില്ലേ. ഓ സോറി, ഞാൻ നിങ്ങളെ ഒരു നിമിഷം തെറ്റിദ്ധരിച്ചു. പിന്നെ ഒരു കാര്യം, ഇതുപോലെയുള്ള ചീത്ത കൂട്ടുകെട്ടിൽ പെടാതിരിക്കുക. ലോണൊക്കെ കിട്ടി, ഫാമൊക്കെ തുടങ്ങി, കാശൊക്കെ ആയി കഴിഞ്ഞാൽ തന്നെ പോലെ മിണ്ടാൻ പറ്റാത്ത ഒരു പാവം കുട്ടീനെ കല്യാണം കഴിക്കുക. കേട്ടിട്ടില്ലേ ഊമപ്പെണ്ണിനെ ഉരിയാടാ പയ്യൻ? ശരി, പോയിട്ട് വരാട്ടോ. ഒരു പാവത്തിനെ സഹായിക്കാൻ പറ്റിയപ്പോ എന്തൊരു സന്തോഷം, സമാധാനം. കൃഷ്ണ ഗുരുവായൂരപ്പ.